ഓക്കെ, ഇവരുടെ ജേർണി അത്ര സിമ്പിളായിരുന്നില്ല. അതായത് നമ്മൾ നോർമൽ പോലെ എല്ലാവരും ഓടിച്ചാടി നടത്തുന്ന ഒരു 1 year ആയിരുന്നില്ല ഞങ്ങൾക്ക്. ലൈക്ക് കുറച്ച് നേരത്തെ, അതായത് 33 വീക്സിൽ നമുക്ക് കിട്ടിയാനായിട്ട് വരും. അതിനുശേഷം NICU ദിവസങ്ങൾ, പിന്നെ ചില വിഷയങ്ങൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിലുള്ള വിശ്വാസമുണ്ട്. നമുക്ക് നമ്മുടെ 2 ജില്ലകളെ കിട്ടി. ഓക്കെ, സോ God has been so good. So once again, ഏതിൻ്റെ നാടിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നിമിഷത്തിൽ നമ്മുടെ സെലിബ്രേഷൻ പ്രാർത്ഥനയോടെ ആരംഭിക്കണം. സോ ഏതിനും നാടിനും ലോകത്തിലേക്ക് വന്നത് ഈ ഒരു വർഷം അവർ സുരക്ഷിതരായി വളർന്നെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ആ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഫാദർ ലിജോ കലപ്പറമ്പ് CM. സോ വെൽക്കം ഫാദർ. പെങ്ങയുടെ മോനാണ്. അത് നമ്മുടെ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ പ്രകാരം അതിനോട് വന്നതാണ്. അത് ഭോപ്പാൽ മിഷന്റെ ഭാഗമായിട്ട് ഭോപ്പാലിൽ വർക്ക് ചെയ്യാണ്. അപ്പം അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ഫംഗ്ഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എഴുതാം. പ്രാർത്ഥന പോകുന്നതിന് മുമ്പ് അതിൽ തന്നെ ഈ 2 കുഞ്ഞുങ്ങളുടെ പേരിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിഫ്ലക്ട് ചെയ്യാം. എന്നിട്ട് ആ പേരുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 2 പേരുകളുടെയും മീനിങ് എന്താണെന്നറിയോ? ഹീബ്രു വേർഡാണ്. ഒരു മീനിങ് എന്ന് പറയുന്നത് സ്ട്രോങ് എന്നാണ്, മറ്റ് നാടിനർത്ഥം ഗിഫ്റ്റ് എന്നാണ്, ഗീവ് എന്നാണ്. അപ്പോൾ ഈ 2 മക്കളും ഇവർക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റാണ്. അതുപോലെ തന്നെ ഈ മക്കൾക്ക് ഇവർ കൊടുക്കുന്ന ഗിഫ്റ്റാണ് സ്നേഹം. ഇവർ തമ്മിലുള്ള സ്നേഹം, ഇവർ തമ്മിൽ പങ്കുവയ്ക്കുന്ന സ്നേഹം ഈ മക്കൾ പഠിക്കാൻ പോകുന്ന സ്നേഹത്തിന് തുല്യമാണ്. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ടുഗദർനെസ്, അത് ഈ മക്കൾ പഠിക്കാൻ പോകുന്ന ടുഗദർനെസ്സിൻ്റെ ഒരു സ്ട്രോങ് സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇവിടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ടാണ് ഈ മക്കളെ 2 പേരെയും വലിയ ഗിഫ്റ്റായി കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് മനസ്സിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ഈശോയെ, അങ്ങ് എത്രയോ നല്ലവനാണ്. അങ്ങ് ഈ മക്കളെ നാഥനെ ഒരു നല്ല സമ്മാനമായി ഈ കുടുംബത്തിലേക്ക് നൽകിയല്ലോ. ഇരട്ടി സ്നേഹത്തിൻ്റെയും ഇരട്ടി അനുഗ്രഹത്തിൻ്റെയും അടയാളമായി ഈ 2 മക്കളെ ഈ കുടുംബത്തിലേക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, നല്ല തമ്പുരാനെ, അങ്ങയുടെ സ്നേഹം എന്നും ഈ കുടുംബത്തിൽ ഉണ്ടാകുവാനും അതുപോലെ തന്നെ അങ്ങയുടെ സ്നേഹം ഇവിടെ കുടുംബത്തിൽ പങ്കുവയ്ക്കുന്നതിൻ്റെയും സ്നേഹസമ്പന്നമായ ജീവിതത്തിൻ്റെയും ഒരു അർത്ഥമായി മാറുവാനായിട്ട് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മ മാതാവ് ഉണ്ണീശോയെ അങ്ങ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഛായയും സാദൃശ്യത്തിലും വളർത്തിയതുപോലെ ഈ കുഞ്ഞു മക്കളെ അങ്ങ് ഈ കുടുംബത്തിലെ മാതാവായി ഒരു അമ്മയായി ഈ കുടുംബത്തിൽ ഈ മക്കളെ വളർത്തുവാനായിട്ട് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ കുടുംബത്തിലെന്നും എന്നും അങ്ങ് താഴ്ന്നായി വരണമേ. നല്ല ഈശോയെ, അങ്ങയുടെ അനുഗ്രഹം എന്ന് ഈ മക്കളുടെ മേലും ഈ കുടുംബത്തിൻ്റെ മേലും ഉണ്ടായിരിക്കണമേ. സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഈ മക്കൾക്ക് ജ്ഞാനത്തിനെയും ബുദ്ധിയുടെയും അനുഗ്രഹമായി തീരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. Okay, thank you, Father. That was spiritualizing. So now I would like to invite the grandparents of Ethan and Nathan. That is Matthew Nelika